2000-ന്റെ തുടക്കത്തിൽ സിനിമാ ലോകത്തേക്ക് വന്നതാണ് ഗോപിക. ഗേളി ആൻഡോ എന്ന ഗോപിക സിനിമയ്ക്ക് വേണ്ടി സ്വീകരിച്ച പേരാണത്. മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും എല്ലാം വിജയം നേടിയ നടിയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. കഴിഞ്ഞ 10 വർഷത്തോളമായി സിനിമയിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് നടി. 2002-ൽ പുറത്തിറങ്ങിയ പ്രണയമണിത്തൂവൽ എന്ന സിനിമയിലൂടെയായിരുന്നു ഗോപികയുടെ അരങ്ങേറ്റം. സിനിമ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. എങ്കിലും ഗോപിക എന്ന നടിയുടെ വരവിന് തുടക്കം കുറിച്ചു. രണ്ടാമത്തെ സിനിമയായ ഫോർ ദ പീപ്പിൾ ആണ് ഗോപികയ്ക്ക് കരിയർ ബ്രേക്ക് നൽകിയത്. ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഭരത്തിന്റെ നായികയായി വന്ന പെൺകുട്ടിയും ലജ്ജാവതി എന്ന പാട്ടും കേരളക്കര ഏറ്റെടുത്തു. അതിനുശേഷം തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഗോപികയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഓട്ടോഗ്രാഫ് എന്ന ആദ്യ തമിഴ് ചിത്രവും ക്ലിക്കായി. പിന്നീട് വർഷം, ചാന്ത് പൊട്ട്, പച്ചക്കുതിര, ഡോൺ, മായാവി, അണ്ണൻ തമ്പി, കീർത്തി ചക്ര തുടങ്ങി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. മമ്മൂട്ടി, ദിലീപ്, ജയറാം, മോഹൻലാൽ തുടങ്ങിയവർക്കൊപ്പമെല്ലാം സ്ക്രീൻ പങ്കിടാനുള്ള അവസരവും ലഭിച്ചു. സത്യത്തിൽ മോഡലിംഗിലൂടെയായിരുന്നു ഗോപിക അഭിനയ ലോകത്തേക്ക് എത്തിയത്. മിസ് തൃശൂർ കോമ്പറ്റീഷനിൽ മത്സരിച്ചുവെങ്കിലും ടൈറ്റിൽ വിന്നറാകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിലൂടെ ശ്രദ്ധ നേടാൻ സാധിച്ചു. അതിനുശേഷം മോഡലിംഗിൽ സജീവമായപ്പോഴാണ് സിനിമയിലേക്കുള്ള വാതിലും തുറക്കപ്പെട്ടത്. അഭിനയത്തിലെത്തിയ ശേഷവും മോഡലിംഗിൽ സജീവമായിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന ചിത്രമാണ് ഗോപികയ്ക്ക് ഒരു ഗംഭീര ബ്രേക്ക് നൽകിയത്. സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി എന്ന വാർത്തയ്ക്ക് പുറമേ വന്നത് ഗോപിക വിവാഹിതയാകാൻ പോകുന്നു എന്ന വിശേഷമാണ്. 2008-ലാണ് ഗോപികയുടെയും അജിലേഷ് ചാക്കോ എന്ന ഡോക്ടറുടെയും വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം ഗോപിക ഇൻഡസ്ട്രിയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു. എന്നാൽ തിരിച്ചു വരും എന്ന വാക്ക് തന്നിരുന്നു. ആ വാക്ക് പാലിച്ച് വെറുതെയല്ല ഭാര്യയുടെ 2ാം ഭാഗമായ ഭാര്യ അത്ര പോരാ എന്ന സിനിമയിലൂടെ തിരിച്ചെത്തി. എന്നാൽ സിനിമ ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. വലിയ കൊട്ടിഘോഷത്തോടെ വന്ന സിനിമ ജയറാമിന്റെ കരിയറിനെയും തിരിച്ചടിച്ചു. 2013-ൽ ഇറങ്ങിയ ഭാര്യ അത്ര പോരാ എന്ന സിനിമയോടെ ഗോപിക അഭിനയ ലോകത്തോട് മുഖം തിരിച്ചു. അതിനുശേഷം ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടുമില്ല. സോഷ്യൽ മീഡിയയിലും ഇല്ല. ഇപ്പോൾ ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പം മെൽബണിൽ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് നടി.